പ്രശാന്ത് സർ, നമസ്കാരം. നമസ്കാരം. സർ, ഇന്നലെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരും തമ്മിലുള്ള ചില വാഗ്വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ ഖാർഗെ പറയുന്ന ചോദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മറുപടി, തരൂരിനുള്ള മറുപടി, തിരിച്ച് തരൂർ പറയുന്ന മറുപടിയും ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോൺഗ്രസും അല്ലെങ്കിൽ ശശി തരൂരും തമ്മിലുള്ള ഒരു പ്രശ്നം, അതായത് അല്ലെങ്കിൽ കോൺഗ്രസിനത് ശശി തരൂർ ഉണ്ടാക്കുന്ന പ്രശ്നം, അതാണ് ഇന്നലത്തെ ഏറ്റവും അവസാനം പത്രക്കാർ ചോദിച്ചപ്പോൾ ഖാർഗെ അടുത്ത് ശശി തരൂരിനെ പറ്റി ചോദിച്ചപ്പോൾ ഖാർഗെ പറഞ്ഞത്, ശശി തരൂർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങൾക്ക് രാജ്യമാണ് വിഷയം, രാജ്യത്തിന്റെ വിഷയങ്ങളാണ് വിഷയം, അത് ചർച്ച ചെയ്യുന്നതാണ് സമയം. ശശി തരൂരിന്റെ എഴുത്തും വായനയും പ്രസ്താവനകളും ഒന്നും വായിച്ചിരിക്കാൻ സമയമില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ വലിപ്പത്തിലുണ്ട്, അത്രയും തന്നെ ക്ഷണിതാക്കളുണ്ട്, അത്രയും തന്നെ AICC മെമ്പർമാരുണ്ട്. അതിലൊരാൾ മാത്രമാണ് ശശി തരൂർ. ആ ശശി തരൂരിന്റെ അനാവശ്യമായുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിഗണിച്ചു പോകാനും ചർച്ച ചെയ്യാനും ഉള്ള സമയമല്ല ഇത്. ഞങ്ങളുടെ രാജ്യ താല്പര്യമാണ്, ചിലർക്ക് മോദിയാണ് താല്പര്യം. അപ്പൊ ഇത് തന്നെ പറയിക്കുന്നതിന് വേണ്ടിയാണ്, ഞങ്ങൾ രാജ്യ താല്പര്യത്തിനൊപ്പമാണെന്ന് ഖാർഗെ പറയുമ്പോൾ ആ കാര്യം ജനത്തിനെ കൊണ്ട് ചർച്ച ചെയ്യിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ശശി തരൂർ, ഞാൻ രാജ്യസ്നേഹിയാണ്, രാജ്യത്തിനപ്പുറം കഴിഞ്ഞേ എനിക്ക് രാഷ്ട്രീയമുള്ളൂ, രാഷ്ട്രത്തിനപ്പുറമുള്ള രാഷ്ട്രീയം എനിക്കില്ല. അപ്പം എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം, ശശി തരൂരിന്റെ രാഷ്ട്രീയവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അത് തന്നെയാണ് വീണ്ടും ഈ പറയുന്ന ഖാർഗെയെ കൊണ്ട് പറയുന്നത്. ഞങ്ങൾക്ക് രാജ്യമാണ് വലുത്, നിങ്ങൾക്ക് രാജ്യമാണ്, കോൺഗ്രസിന്റെ രാജ്യമാണ് വലുതെങ്കിൽ ആ കോൺഗ്രസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഖാർഗെ പറഞ്ഞത് സിന്ദൂർ പഹൽഗാമിന് ശേഷം, സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഖാർഗെ പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി എന്താണ്? എന്നാൽ ശശി തരൂർ പറഞ്ഞത് എന്താണ്? ഇതാണ് ഇപ്പൊ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ശശി തരൂർ ഇത്തരം പ്രസ്താവനകളുമായിട്ട് നിൽക്കുന്നത്. ഖാർഗെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഇന്റലിജൻസ് പാളിച്ചുണ്ട്. എപ്പോഴത്തെ ഒരു രാജ്യത്ത് ഇന്റലിജൻസ് പാളിച്ച അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് പാളിച്ച ഉണ്ടായിരുന്നത് നേരത്തെ മനസ്സിലാക്കി അവിടെ വേണ്ട നടപടികൾ എടുക്കാതെ സാധാരണക്കാരന്റെ ജീവന് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തി ആ സമയത്ത് അത് മനസ്സിലാക്കി പോകാതിരുന്ന പ്രധാനമന്ത്രി, ഇത് വിളിച്ചു പറയുകയാണ് അദ്ദേഹം. അതാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ ലോകം എങ്ങനെ ചർച്ച ചെയ്യും? ഇന്ത്യ എത്ര മോശമാകും? അതുപോലെ തന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ ഒരു തിരിച്ചടി സിന്ദൂർ കൊടുത്തല്ലോ. സിന്ദൂർ കൊടുത്തതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ പറയുന്നത് പോലെ നമ്മൾക്ക് ജയം, അല്ലെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്തു. സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തോൽക്കുക അർത്ഥം. അത് ലോകം മൊത്തം ചർച്ച ചെയ്ത സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനകത്ത് ലോകം മൊത്തം ഇന്ത്യയെ, കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം പോലും ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള ചർച്ച നിൽക്കുമ്പോൾ ഇന്ത്യ ജയിച്ചു, 4 ദിവസം കൊണ്ട് ഇന്ത്യയുടെ കാൽക്കൽ വീണു, ലോകം അംഗീകരിച്ചു എന്ന് പറയുന്ന ഒരു യുദ്ധത്തെ തള്ളിപ്പറയുന്നതിന് വേണ്ടി പാകിസ്ഥാൻ മാത്രം നിൽക്കുമ്പോൾ ആ ഭാഗം നിൽക്കുന്ന കോൺഗ്രസ്. അപ്പൊ അവിടെയാണ് പറഞ്ഞത്, ഞാൻ രാജ്യത്തിനൊപ്പമാണ്, അതിനപ്പുറമില്ല, അത് കഴിഞ്ഞേ എനിക്ക് രാഷ്ട്രീയമുള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന ഖാർഗെയുടെ സംസാരം ആർക്ക് വേണ്ടിയാന്നുള്ളത് ഒരു പക്ഷേ വ്യക്തത വരുത്തി കൊടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ശശി തരൂർ വരുന്നു. അത് കോൺഗ്രസിനകത്ത് ഇപ്പൊ രാഷ്ട്ര സ്നേഹികളില്ല. അവരുടെ സ്നേഹം ഈ പറയുന്ന ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യം, ചൈനയുടെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെയും ഭാഗമാണ്. അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ കോൺഗ്രസ് തന്നെ. പക്ഷെ നിങ്ങളുടെ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ആണ് കഴിഞ്ഞ ദിവസം ഖാർഗെ പറഞ്ഞ വിഷയത്തിനകത്ത് ശശി തരൂർ അദ്ദേഹം ഒരു എഴുത്തിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആകാശം ആരുടെയും സ്വന്തമല്ല, ചിറകുകൾ മുളച്ചിട്ടുണ്ടെങ്കിൽ പറക്കാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അത് അവനവന്റെ അവകാശമാണ്. അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ്, ഞാൻ പറക്കും, നിങ്ങൾക്കിവിടെ പ്രത്യേക അവകാശം ഒന്നുമില്ല.
ആകാശം വിശാലമാണ്, എനിക്ക് ചിറകുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. അതായത് എനിക്ക് രാജ്യസ്നേഹം നടത്തുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനും കോൺഗ്രസിന്റെയും ഗാർഖയുടെയും ഒന്നും അധികാരവും ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മറുപടി. അതായത് കോൺഗ്രസ്കാർക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസ് വിട്ടുപോകുന്ന അവസ്ഥയില്ല. കോൺഗ്രസ്സുകാർക്ക് എന്റെ രാഷ്ട്രീയവും എന്റെ വ്യക്തിത്വവും എന്നെയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഗാർഗെ പറഞ്ഞ അർത്ഥവും അത് തന്നെ. നിങ്ങൾക്ക് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് കോൺഗ്രസിനകത്ത് ഒരു പ്രസക്തിയുമില്ല. അത്തരത്തിൽ ഒത്തിരിയും വ്യക്തികളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു വ്യക്തി മാത്രമാണ്. അയാളുടെ ലേഖനവും അയാളുടെ പ്രവൃത്തിയും അയാളുടെ മോദി പ്രശംസയും അയാളുടെ ഇന്ത്യയുടെ ഉള്ള അഭിപ്രായവും ഒന്നും കോൺഗ്രസിന്റെ അഭിപ്രായമല്ല. അയാൾക്ക് അയാളുടെ വഴി നോക്കാം. ഞങ്ങൾക്ക് അയാളുടെ എഴുത്തും വായനയും ശ്രദ്ധിക്കലല്ല പണി. അതായത് ഗാർഖെ ഔദ്യോഗികമല്ലാതെ ശശി തരൂരിനെ പുറത്താക്കിയിരിക്കുന്നു. അപ്പൊ ശശി തരൂർ മറുപടി കൊടുത്തിരിക്കുന്നു, ഗാർഖെ പുറത്താക്കിയാൽ പുറത്താകുന്ന ഒരു രാഷ്ട്രീയവും അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വവുമല്ല എനിക്കുള്ളത്. എനിക്ക് വിശാലമായ ആകാശം, അതായത് ലോകം മൊത്തവും പറക്കാൻ പ്രാപ്തമായ ചിറകുകൾ മുറച്ചിട്ടുള്ള ഒരു വലിയ ആള് തന്നെയാണ്. അതിന് എനിക്ക് കഴിയുകയും ചെയ്യും. അതിന് കോൺഗ്രസിന് ആവശ്യമില്ല. വേണമെങ്കിൽ എന്റെ കഴിവുകളും എന്റെ പ്രസക്തിയും എന്റെ അംഗീകാരവും എന്റെ ലോക പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് മുതലാക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മറുപടിയാണ്. ഇത് തന്നെയാണ് BJP ആഗ്രഹിച്ചതും. ശശി തരൂരിനെ BJPക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ BJPക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലില്ല. പക്ഷെ കോൺഗ്രസിനകത്ത് നിന്നിട്ട് ഞങ്ങൾ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം, കോൺഗ്രസ് എന്തിനു വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് രാജ്യത്ത് എന്ത് ചെയ്യുന്നു, അത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ലോകമറിയുന്ന ഒരു നേതാവിനെ കൊണ്ട് പറയിക്കുക എന്ന ഉള്ള ഒരു കാര്യമാണ് BJP ഉദ്ദേശിച്ചത്. അതൊരു പക്ഷേ ഇപ്പോൾ വ്യക്തത വരുത്തി കൃത്യത വരുത്തി വെളിയിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന വിശാലമായ ആ ആകാശത്തിലേക്ക് ചിറകുകൾക്ക് മുളച്ചിട്ടുണ്ടെങ്കിൽ പറക്കാൻ ധൈര്യമുള്ള ആ ശശി തരൂരിനെ തേടി ഒരു വലിയ പദവികൾ തന്നെയുണ്ട്. അതായത് അദ്ദേഹത്തിന് പറന്നുയരാൻ പോകുന്നത് ആ വലിയ പദവികളിലേക്കൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ കോൺഗ്രസിന് ഇനിയും മടി കാണും ശശി തരൂരിനെ പുറത്താക്കാൻ. അതിനുള്ള കെൽപ്പ് ഇന്നത്തെ കോൺഗ്രസിനില്ല. അത് കോൺഗ്രസിനറിയാം. പക്ഷെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ വെച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം, അതായത് ഈ നിലപാട്, ഒരുപക്ഷെ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെയുള്ള നിലപാട്, അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് ഇലക്ഷനെ ഫേസ് ചെയ്യുന്നുള്ള കോൺഗ്രസിന്റെ നിലപാട്, അതെല്ലാം ശരിവെക്കുന്ന പ്രസ്ഥാനങ്ങളുടെ നിലപാട്, മതമൂല്യവാദികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണോ എന്ന് ആൾക്കാർക്ക് ചിന്തിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു നിലപാട്, ആ നിലപാട് ഉറക്കെ പറയുന്ന ഒരാളായിട്ട് ശശി തരൂർ നാളെ മാറും കോൺഗ്രസിനകത്ത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിക്കത്തില്ല. എന്നാൽ ശശി തരൂരിനെ പുറത്താക്കുമ്പോൾ വീണ്ടും കോൺഗ്രസിന് പ്രശ്നമാവും. ശശി തരൂർ രാജ്യസ്നേഹിയാണ്, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. അത്തരത്തിലുള്ള ആളിനെ പുറത്താക്കുന്നത് ആ കോൺഗ്രസിനകത്ത് അത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്ഥാനമില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ്, അതായത് രാജ്യവിരുദ്ധ ശക്തികളുടെ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള പേര് വരും. അതായത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനെ അർത്ഥവത്താക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയാവും കോൺഗ്രസിന് ശശി തരൂർ. ഏതായാലും ശശി തരൂർ പറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏതോ ഒരു വലിയ പദവിക്കരിയിലേക്ക്. അതിനെ തടയാൻ ഇവിടുത്തെ കോൺഗ്രസിന് ഇപ്പൊ ശക്തിയില്ല. ശശി തരൂർ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയും ഒരുപക്ഷെ ഈ വലിയ പ്രസ്ഥാനത്തിനപ്പുറം പ്രതിഷ്ഠ നേടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുവാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ശശി തരൂർ ഇന്നലെ പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ BJP ആഗ്രഹിച്ച ഒരു നിലയിലേക്ക് തന്നെ തരൂർ ഗാർഖെ അല്ലെങ്കിൽ കോൺഗ്രസ് വിഷയം വന്ന് എത്തി നിൽക്കുന്നു എന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലേ സർ? തീർച്ചയായിട്ടും BJPയുടെ ലൈനിൽ തന്നെ ശശി തരൂർ വരുന്നു. ശശി തരൂർ പറയുന്ന രാഷ്ട്രീയം ആണ് ശരിയായ രാഷ്ട്രീയം. അത് ഇന്ത്യയുടെ രാഷ്ട്രീയം, ദേശീയയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന്റെ കൂടെ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ വരുന്നത്. അതിന് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.